ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ദേ തിന്നുന്നതാണ് ദ ഫേമസ് ഫിഷ് നിർവാണ. അപ്പം നമ്മൾ എത്തിയേക്കുന്നത് ഷെഫ് പിള്ളയിലാണ്. എൻ്റെ 30th ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും പോളേട്ടനും കൂടെ ഒരു ഡേറ്റിന് വന്നതാണ് ഇവിടെ. ഷെഫ് പിള്ള ഇനോഗ്രേറ്റ് ചെയ്തപ്പോൾ തുടങ്ങി എനിക്ക് വരണം എന്നിങ്ങനെ വിചാരിച്ച് ഓരോ തവണ ഇങ്ങനെ തട്ടിയും മുട്ടിയും പോയി അവസാനം ഇത്തവണത്തെ വരവിന് ആ പരിപാടി അങ്ങ് തീർത്തേക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അപ്പം കൊച്ചിയിൽ ലേ മെറിഡിയൻ ഹോട്ടലിലാണ് ഷെഫ് പിള്ളയുള്ളത്. ബാംഗ്ലൂരും ഉണ്ട്, പക്ഷെ ബാംഗ്ലൂർ ഇതുവരെ വരാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് എന്നാൽ പിന്നെ കൊച്ചിയിൽ തന്നെ വരാം എന്ന് വിചാരിച്ച് ഞങ്ങൾ വന്നതാണിവിടെ. ആംബിയൻസൊക്കെ ഭയങ്കര സൂപ്പറാണ്. പക്ഷെ അത് പറയാനില്ല, അത് ലേ മെറിഡിയനിൻ്റെ ഉള്ളിലാണ്. ലേ മെറിഡിയൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ അടുത്തായിട്ട് തന്നെ വരും റെസ്റ്റോറൻറ്റ് ഷെഫ് പിള്ളൈ. ഞങ്ങൾ റിസർവേഷൻ എടുത്തിട്ടാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു വാക്കിനായിട്ടാണെങ്കിലും ടേബിൾ കിട്ടാൻ വലിയ പാടുണ്ടാവില്ല എന്നാണ് എനിക്ക് അവിടുത്തെ തിരക്ക് കണ്ടപ്പോൾ മനസ്സിലായത്. ഓൾമോസ്റ്റ് ഒരുപാട് സീറ്റിംഗ് അവൈലബിൾ ആയിരുന്നു. ഇവിടെ വരുന്നതിൻ്റെ മെയിൻ ഇൻറ്റൻഷൻ വാസ് ഫിഷ് നിർവാണ. വർഷങ്ങളായി കഴിക്കണം ഈ ഹൈപ്പിങ്ങനെ കൂടി കഴിക്കണം എന്നിങ്ങനെ ഭയങ്കര ഇതായിരുന്നു നമുക്ക്. അപ്പം അവിടെ ചെന്നിട്ട് ഞാനൊരു പോളേട്ടൻ ഒരു ഫ്രഷ് ലൈം ഓർഡർ ചെയ്തിട്ട് ഞാനത് ടേസ്റ്റ് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. ശരിക്കും ഫ്രഷ് ലൈമായിരുന്നു. നല്ല മധുരം ഉണ്ടായിരുന്നു, എന്നാൽ നല്ല പുളി ഉണ്ടായിരുന്നു. ശരിക്കും ഫ്രഷ് ആയിരുന്നു. അതാണ് ഞാൻ പറയുന്നത്. ഇതാണ് ഇഞ്ചിപ്പുളി ചിക്കൻ. ഇതാണ് ഞങ്ങൾ സ്റ്റാർട്ടറായിട്ട് ഓർഡർ ചെയ്തത്. ഫുൾ ഞാൻ കഴിച്ച സാധനത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം ഇതാണ്. ഇത് എനി ഡേ ഓഫ് ദ വീക്ക് എനിക്ക് കഴിക്കാൻ പറ്റും. എനിക്ക് അത്ര ഇഷ്ടമായി. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ ഇഞ്ചിക്കറി ഇല്ലേ, പുളിയിഞ്ചി, അതിനകത്ത് ചിക്കൻ ഇട്ടത്. ഇതാണ് അവിടുത്തെ ഫേമസ് നൂൽ പൊറോട്ട ആൻഡ് ഫിഷ് നിർവാണ. ഇതിങ്ങനെ കുറേ നാളായിട്ട് മനസ്സിലിങ്ങനെ ബിൽഡപ്പ് ചെയ്ത് എൻ്റെ എക്സ്പെക്റ്റേഷൻ മറ്റേ സ്കൈ റോക്കറ്റ് ലെവലായിരുന്നു. ആകാശത്തിനും മുകളിൽ പോയി ഗാലക്സിയിൽ ഇരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആണോ അതോ ഈ മീനിൻ്റെ സ്വാദ് ഇഷ്ടമില്ലാത്ത മീൻ കഴിക്കുന്ന ആളായതുകൊണ്ടാണോ എന്നറിയില്ല. ആൾക്കാർ പറയുന്ന ആ ഒരു ഹൈപ്പൊന്നും എനിക്ക് തോന്നിയില്ല. ബട്ട് പോളേട്ടിന് ഭയങ്കര ഇഷ്ടമായി. രാവിച്ചേട്ടനൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫിഷി ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇത് ഇഷ്ടമാവുമായിരിക്കും. എനിക്ക് ഫിഷി ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല. അവിടെ ഒരു ലൈവ് മ്യൂസീഷ്യൻ ഉണ്ടായിരുന്നു. പുള്ളി ഇങ്ങനെ ഓരോ ആൾക്കാരുടെ അടുത്തൊക്കെ വന്ന് പാട്ടൊക്കെ വായിച്ച് തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്ത സോങ്ങും പുള്ളി നമുക്ക് വേണ്ടി പ്ലേ ചെയ്ത് തന്നു. പുള്ളി ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പുള്ളി പോയി റെഫർ ചെയ്ത് വന്നിട്ട് ലേറ്റർ നമ്മുടെ അടുത്ത് വന്നിട്ട് വായിച്ചൊക്കെ തന്നു ഫ്ലൂട്ട്. അപ്പം മെനു നോക്കുവാണെങ്കിലും അത്യാവശ്യം എക്സ്പെൻസീവ് മെനു ആണ്. നമുക്കൊരു എല്ലാ വീക്കെൻഡും പോയി കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരിതൊന്നുമില്ല. ഫുഡിൻ്റെ ടേസ്റ്റ് ആണെങ്കിലും ഫോറിനേഴ്സൊക്കെ വരുന്നത് കൊണ്ട് അവരെയും കൂടെ അക്കോമഡേറ്റ് ചെയ്യാൻ രീതിയിൽ ഉള്ളതാണ്. അതാണ് പിന്നെ ഞാൻ കഴിച്ച ചിക്കൻ വരട്ടിയതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത് ഓക്കെ ആയിരുന്നു, നല്ല എരിവായിരുന്നു. ബട്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഇഷ്ടമായിരുന്നു ഭയങ്കരമായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് റെസ്റ്റോറൻറ്റ് ഷെഫ് പിള്ളയെ പറ്റിയുള്ള എൻ്റെ ടേക്ക്. അതിനെപ്പറ്റി കൂടുതൽ പറയാനാണെങ്കിൽ ഫിഷ് നിർവാണയെപ്പറ്റി ഉള്ള എൻ്റെ ടേക്ക്, ഭയങ്കര മീനിൻ്റെ സ്വാദ് വരുന്ന സാധനങ്ങൾ ഇഷ്ടമില്ലാത്തവർക്ക് ഇഷ്ടമാവാൻ ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. എന്നാൽ ഹാർഡ് കോർ ഫിഷ് ലവേഴ്സിന് ഭയങ്കര ഇഷ്ടമാവുകയും ചെയ്യും. എന്തായാലും ആ പൂതി അങ്ങ് മാറിക്കിട്ടി. ഫിഷ് നിർവാണ ഷെഫ് പിള്ളയുടെ അടുത്തുനിന്ന് കഴിക്കണം എന്നുള്ളത്. ഇനി എന്തായാലും അവിടെ പോയാലും ഞാൻ ഇഞ്ചിപ്പുളി ചിക്കൻ തന്നെ ഓർഡർ ചെയ്യും. ഫിഷ് നിർവാണ ഞാൻ കൈകൊണ്ട് തൊടയില്ല, അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ കുറേ നാൾക്ക് ശേഷമുള്ളൊരു റെസ്റ്റോറൻറ്റ് വിശേഷങ്ങൾ. പറ്റുന്ന പോലെയൊക്കെ ഫ്രീക്വൻ്റായിട്ട് വീഡിയോ ഇടാൻ നോക്കാം. ഇത്രയും നാൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. കീപ് സപ്പോർട്ടിങ് അസ്, കീപ് വാച്ചിങ് അവർ വീഡിയോസ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഇതൊക്കെ എടുത്തിട്ട് പറയാൻ തന്നെ എനിക്ക് മടിയായിപ്പോൾ. കാരണം നമ്മുടെ പാട്ട് ചെയ്യാതെ ആൾക്കാരോട് ഇത് ചെയ്യാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്നാൽ ഇടയ്ക്കൊക്കെ വീഡിയോ ഇടാം. അപ്പം എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. 2ാമത്തെ മാസമായി 2026 പിറന്നിട്ട്. ഇനിയുണ്ട് 10 മാസങ്ങൾ. ഇതുവരെ പറ്റാത്ത എല്ലാ ഹൈറ്റ്സിലേക്കും എല്ലാവരും എത്തട്ടെ. ഈ 10 മന്ത്സിൽ എല്ലാവർക്കും നല്ല ആരോഗ്യപരമായ അടുത്ത 10 മാസങ്ങൾ നേരുന്നു. അപ്പം അത്രയൊക്കെ ഉള്ളൂ. മറ്റൊരു വിശേഷമായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ടും വീണ്ടും കാണുന്നവരെ അല്ലേ, അതുവരെ ബൈ ഫ്രം പോളോ ആൻഡ് ചാരൂസ് യൂണിവേഴ്സ്. ഇനി കുറച്ച് നേരം ബാക്ക്ഗ്രൗണ്ടൊക്കെ കേട്ടിരുന്നു, കാരണം ഇത്രയൊക്കെ ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളൂ.
അത്ര